കൊല്ലുന്നതിൻ്റെയും തല്ലുന്നതിൻ്റെയും അത് കാണിക്കാൻ, അതാണ് ഏറ്റവും ആളുകൾ കാണേണ്ടത്. ഉറങ്ങുന്നതിന് മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ സുഖമായിട്ട് ഉറങ്ങാമെന്ന് വിചാരിക്കുന്നു. നമ്മളൊക്കെ ദുസ്വപ്നം കാണുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് മനുഷ്യത്വത്തിനുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് സംസാരിച്ചത് ഈ ഫീച്ചർ ഫിലിമിനെ പറ്റിയാണ്, കഥാചിത്രങ്ങളെ പറ്റിയാണ്, അതായത് കൊമേഴ്സ്യലായിട്ട് ഓടുന്ന സിനിമകളെ പറ്റിയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ നമുക്കൊരു ഷോർട്ട് ഫിലിം അതിന് ഡോക്യുമെൻ്ററി ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ കേരളത്തിൽ നടത്തുന്നത്. അവിടെ കാണിക്കാൻ നമ്മുടെ കുട്ടികളുടെ ചെറുപ്പക്കാർ ഒരുപാട് പേര്, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സാങ്കേതികമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായതിൻ്റെ ഫലമായിട്ട് ഫിലിം മേക്കിങ് ഒരു നമ്മുടെ കൈക്കുള്ളിൽ ഒതുങ്ങുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പലരും ചെറിയ ചെറിയ സിനിമകൾ എടുത്താണ് അവർ ശരിക്കും പറഞ്ഞാൽ സ്വയം ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള സൗകര്യം ഇപ്പോൾ നമ്മുടെ എല്ലാ മിക്കവാറുള്ള ടെലിഫോണുകളിലുണ്ട് മൂവി എടുക്കാനുള്ള പ്രൊവിഷനാണ്. അത് നല്ല 4K രജിസ്ട്രേഷനുണ്ട് ശരിക്കും. അപ്പോൾ അവർക്ക് ഈ ഷോർട്ട് ഫിലിം എടുക്കാനായിട്ട് ഗവൺമെൻറ്റിൻ്റെ ധാരാളം ഷോർട്ട് ഫിലിംസ് എടുക്കുന്നുണ്ട്, പല വകുപ്പുകളൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ ഈ ചെറുപ്പക്കാർക്കൊന്നും തന്നെ അവരുടെ എല്ലാം വലിയൊരു പരാതിയാണ്. അവർക്ക് ആർക്കും തന്നെ എതിർക്കാനുള്ള കോൺട്രാക്ട് കൊടുക്കാറില്ല. ഇത് ഏതോ മൊത്ത വ്യാപാരികൾക്ക് കൊടുക്കാറുണ്ട്. അത് ഒന്ന് പരിശോധിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. കാരണം കുറേ പേർക്കുള്ള ഉപജീവന മാർഗമാണ്. അതുപോലെ കുറേ പേർക്ക് ഈ മറ്റേ കഥാചിത്രത്തിൻ്റെ രംഗത്തേക്ക് വരാനുള്ള തയ്യാറെടുപ്പുമാണ് ഈ ഷോർട്ട് ഫിലിം മേക്കിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട നേരത്തെ പറഞ്ഞ് തീർച്ചയായിട്ടും പറയാനുള്ളത്, നമുക്ക് തിയേറ്റർ സമുച്ചയം ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ വേണ്ടത് ഒരു സാംസ്കാരിക കേന്ദ്രമാണ്. തിരുവനന്തപുരത്ത് നല്ലൊരു സ്ഥലമില്ല. നമുക്കെല്ലാ സിനിമ കാണിക്കാൻ മാത്രമല്ല മറ്റെല്ലാ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കലാരൂപങ്ങളെയും അവതരിപ്പിക്കാനൊക്കെ ഉതകുന്ന ഒരു നല്ല സാംസ്കാരിക കേന്ദ്രം നമുക്ക് ഉണ്ടാവണം. അത് കൊല്ലത്തും മറ്റ് കെട്ടിയതുപോലുള്ള കേന്ദ്രമല്ല, ശരിക്കും ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുമായിട്ട് സംബന്ധിച്ച് അവരുടെ അഭിപ്രായങ്ങളെല്ലാം എടുത്തിട്ട് വേണം അങ്ങനെ ഒരു കേന്ദ്രം ഉണ്ടാക്കാൻ. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ധനവകുപ്പ് മന്ത്രി അദ്ദേഹം ഇക്കാര്യത്തിൽ താല്പര്യമുള്ളതാണെന്ന് എനിക്കറിയാം. അദ്ദേഹം പ്രത്യേക താല്പര്യമെടുത്ത് ഈ സങ്കല്പത്തെ കൃത്യമായിട്ട് ഇതിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, തിയേറ്റർ ചെയ്യുന്നവർ, ചിത്രകാരന്മാർ, കവികൾ, സാഹിത്യകാരന്മാർ എന്ന് വേണ്ട നമ്മുടെ പരമ്പരാഗത കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നവർ, കഥകളിയുടെ ഇങ്ങനെ പല രീതിയിലുള്ള നമുക്ക് വളരെ സംസ്കാര സമ്പന്നമായിട്ടുള്ള കലകൾ, നിറയെ കലാരൂപങ്ങളുള്ള ഒരു നാടാണ് നമ്മുടെ. അപ്പോൾ അതെല്ലാം അവതരിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഉള്ള ഒരു സാംസ്കാരിക കേന്ദ്രം നമുക്ക് തിരുവനന്തപുരത്ത് തീർച്ചയായിട്ടും വേണം. അതില്ല. അത് ഒരെണ്ണം ആദ്യ സാംസ്കാരിക കേന്ദ്രം എന്ന പേരിൽ ഉണ്ടാക്കിയത് സംസ്കൃതി കേന്ദ്രം, വൈലോപ്പള്ളി സംസ്കൃതി കേന്ദ്രമാണ്. അത് ഉണ്ടാക്കി തീരുന്നതിന് മുമ്പ് തന്നെ അവർക്ക് വലിയൊരു ഗവൺമെൻറ് ഓഫീസ് വന്ന് അതിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലത്തെല്ലാം അത് ഏറ്റെടുത്തു. പല ഗവൺമെൻറ്റുകളും നോക്കി അവിടെ വേറൊരു സ്ഥലത്തേക്ക് മാറാൻ അവർ മാറില്ല. അപ്പോൾ സംസ്കാരം അവർ തന്നെ അവർക്ക് തോന്നും. അതിന് പകരം ഒരു നേരെ ഒരു 22 അടി നടന്നാൽ, ഒരു സ്റ്റീപ്പായിട്ട് നടന്നാൽ ഇറങ്ങാവുന്ന ഒരു പാടമാകുള്ളൂ. ഏത് സമയം എന്നെ പോലുള്ള ആളുകൾ നടന്നു കഴിഞ്ഞാൽ അവിടെ വീഴും, കാലൊടിയും, ഇതൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് അവിടെ നല്ല രീതിയിൽ മഹാജനങ്ങൾ വന്ന് ഇതുപോലെ മനോഹരമായ ഒരു ഹാള്, ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ സാംസ്കാരിക കേന്ദ്രത്തിൽ വേണ്ടത്.